നിങ്ങൾ പെട്ടെന്ന് മെലിഞ്ഞു പോകുന്നുണ്ടോ? അതോ അമിതമായി തടി വെക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അസഹനീയമായ ചൂടോ തണുപ്പോ ശരീരത്തിൽ അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഇതൊരു പക്ഷേ തൈറോയ്ഡ് രോഗത്തിന്റെ ലക്ഷണങ്ങളായേക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര നാരായണൻ. നമുക്കിന്ന് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളായ ഹൃദയമിടിപ്പ്, ദഹനം, മെറ്റബോളിസം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിക്കുള്ള ഏതൊരു പ്രശ്നവും നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. ഈ ഇടയായിട്ട് ഞാൻ ധാരാളം തൈറോയ്ഡ് കേസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ആയുർവേദത്തിൽ നമ്മൾ പൊതുവെ കാഞ്ചനാര ഗുഗ്ഗുലു, ഹംസപാദ്യാദി കഷായം, ചിരുവല്ലാതി കഷായം തുടങ്ങിയ മരുന്നുകളാണ് തൈറോയിഡിന് പ്രിസ്ക്രൈബ് ചെയ്യാറ്. ഈ ഇടയായിട്ട് ഞാൻ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ തൈറോജിത്ത് എന്ന് പറഞ്ഞ ടാബ്ലറ്റും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത് രോഗികളിൽ നല്ല മാറ്റം കൊണ്ടുവരാറുണ്ട്. ശരീരത്തിലെ ഊർജ്ജം നിലനിർത്താനും ആരോഗ്യം പഴയ രീതിയിൽ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കാറുണ്ട്. പ്രായാധിക്യം, പാരമ്പര്യം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, പോഷകക്കുറവ് ഇതൊക്കെയാണ് തൈറോയ്ഡ് രോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ. തൈറോയ്ഡ് രോഗികൾ മരുന്നിനോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. ശരിയായ വ്യായാമം, നല്ല ഫുഡ് കഴിക്കുന്നത്, അതുപോലെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കുന്നതൊക്കെ മരുന്നിന്റെ അത്ര തന്നെ പ്രാധാന്യമുള്ള സംഭവങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. തൈറോയിഡിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലോ മെസ്സേജോ ആയിട്ടോ അയക്കാം. താങ്ക് യു.